മെയ് 1 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ സുഖപ്പെടുത്തുക എന്ന തലക്കെട്ടാണ്. 5ാമത്തെ പടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ 4ാമത്തെ പടി ചെയ്തു വരുമ്പോൾ പരിപൂർണമായ ഒരു കണക്കെടുപ്പ് നടത്തി ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി അവിടെ കൃത്യമായ എൻ്റെ തെറ്റുകളെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായി. ചിന്തകൾ പഴയതിൽ നിന്ന് മാറിക്കൊണ്ട് എൻ്റെ തെറ്റാണെന്നുള്ള പുതിയൊരു കാഴ്ചപ്പാട് വന്നു. ഇനി മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ അവർ രോഗികളാണ് എന്ന പരിഹരിക്കാനുള്ള കാര്യം വന്നു. വിവേകത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യണം. ഇനി പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും കഴിഞ്ഞു പോയ കാര്യങ്ങളെ പാഠങ്ങളായിട്ട് പഠിക്കുകയാണ്. കാരണം അതിൻ്റെ പകയും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ ഞാനെന്ന മദ്യാസക്തൻ കുഴപ്പത്തിലേക്കാവും. എൻ്റെ തെറ്റ് എന്താണ് എന്നുള്ള സത്യസന്ധമായ വിലയിരുത്തൽ ഇവിടെ വരുന്നു. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുള്ള കുഴപ്പം എന്താ? ഏതെങ്കിലും കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് പറ്റുമോ? സന്നദ്ധനായി, ഞാൻ തയ്യാറായി എന്ന് എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നാളെ മുതൽ കുടി നിർത്തുമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കുടി നിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ എന്തൊരു കാര്യം ബോധ്യം ഉണ്ടായാലും പ്രവർത്തിക്കാനായിട്ട് സാധിക്കാത്തതിന്റെ കാരണം എന്താണ് എന്ന് 4ാമത്തെ പടി മനസ്സിലാക്കി തന്നിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ടായിരുന്നു ഈ പഴമക്കാരായ ആളുകളൊക്കെ പലപ്പോഴും ആദ്യകാലത്തൊക്കെ അത് പറയുമ്പോൾ അവരെന്താ പ്രവർത്തിക്കാത്തത് കാര്യം പിന്നെ മനസ്സിലാവുന്നത്. പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഞാൻ പ്രവർത്തിപ്പിക്കണം. എളിമയെക്കുറിച്ച് വാചാലനായിട്ട് എന്നിലില്ലാത്തത് മറ്റുള്ളവർക്ക് പകർത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്നിൽ എളിമ ഉണ്ടാവുകയില്ല. ഞാൻ ആരാ മോനെന്ന ഭാവത്തിൽ പ്രവർത്തിക്കുകയും എന്നിട്ട് ഞാൻ മറ്റുള്ള ആളുകളോട് പറയുകയും ചെയ്യുന്ന പ്രവൃത്തിക്ക് പകരം 4ാമത്തെ പടി എന്നിൽ എങ്ങനെ കൃത്യമായ ബോധ്യമുണ്ടാക്കണം എന്ന 4ാമത്തെ പടി പറഞ്ഞത്. എന്താണ് എൻ്റെ കുഴപ്പമെന്ന് ഞാൻ കണ്ടെത്തി. എൻ്റെ തെറ്റുകൾ അവിടെ കൃത്യമായിട്ട് സമ്മതിക്കാൻ പറ്റണം. അവിടെ ന്യായീകരണമൊന്നുമില്ല. ഞാൻ എന്താ ചെയ്യാം, നീ മിണ്ടണ്ട, നീ ശരിയല്ല എന്ന് പരിഹാസങ്ങളോ പുച്ഛങ്ങളോ ഇല്ല അവിടെ. മറ്റുള്ളവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നവൻ കൃത്യമായ ബോധ്യമുള്ളവനല്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പരിഹസിക്കാറുണ്ട്, ആൾക്കാരെ പുച്ഛിക്കാറുണ്ട്. കാരണം എനിക്ക് വലിയ അറിവും ഞാൻ വലിയ ആളുമാണ് എന്നുള്ള ബോധ്യം കൊണ്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അത് മാറ്റാൻ എന്നെ സഹായിക്കുന്നത് 5ാം പടിയായിരുന്നു. 5ാം പടി പറയുകയാണ്, എന്നെ ഞെരുക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ ശരിയല്ല, മറ്റുള്ളവരുടെ പ്രവർത്തികളെ വിമർശിക്കുക. ഒരു മീറ്റിങ്ങിൽ പോലും മര്യാദയ്ക്ക് കൃത്യസമയം പാലിച്ച് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ എന്തോ പറച്ചിൽ ഞാൻ 3ാമത്തെ പടിയിലാണ്, ദൈവം കളിക്കുകയല്ല എന്ന് പറയുകയും ഞാൻ ദൈവമായി മാറുകയും എന്നെ മറ്റുള്ളവർ അനുസരിക്കണം എന്ന ബോധ്യം വരികയും ഞാൻ എന്തോ ആണ് എന്ന തോന്നൽ എനിക്കുണ്ടാവുകയും ചെയ്യണം. ഇതാണ് എനിക്ക് മറ്റുള്ള ആളുകളിൽ കുഴപ്പമുണ്ടായിരുന്ന, മറ്റുള്ളവരിൽ കുഴപ്പം ആരോപിക്കുന്ന 5ാമത്തെ പടി കൃത്യമല്ല. സത്യസന്ധമായിട്ട് എൻ്റെ കുഴപ്പം കണ്ടെത്തിയിട്ടില്ല. എന്നെ ഞെരുക്കുന്ന പ്രശ്നങ്ങൾ അതുണ്ടോ? ഏതൊക്കെയാണ് എന്നെ ഞെരുക്കുന്ന പ്രശ്നങ്ങൾ? അതിനെ സൃഷ്ടിക്കുന്നതും വഷളാക്കുന്നതും മറ്റുള്ളവരല്ല, ഞാനാണ്. അതാണ് എൻ്റെ കുഴപ്പേ. എനിക്ക് എന്നും അസംതൃപ്തിയാണ്. പിന്നെ ഞാൻ മറ്റുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എൻ്റെ അസംതൃപ്തി കളയണം. മറ്റുള്ളവരോടുള്ള മനോഭാവം മാറ്റണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കളയുക? ഇത്തരത്തിൽ ഒരു പ്രശ്നമില്ല. ഇത് തൊട്ട് ദേഷ്യം, കോപം, മറ്റുള്ള അഹങ്കാരം, എല്ലാ കുഴപ്പങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. എനിക്കറിയാത്തതായിട്ട് വേറെ ആരും ഉൾക്കൊള്ളാൻ പറ്റായ്മ, നിരവധി കുഴപ്പങ്ങളുണ്ട്. ഇതിപ്പോ ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞു. ഈ കാര്യങ്ങൾ എങ്ങനെയാ ഞാൻ മാറ്റി? അതിനാണ് ആ തെറ്റുകളെ കൃത്യമായി തിരിച്ചറിയുകയും അതിനെ മാറ്റാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആത്മന്യായീകരണം ഇല്ലാതെ ഇത് തുറന്നു പറയാൻ തയ്യാറാകുമ്പോഴാണ് മാറുക. അത് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാറില്ല എന്ന് പറയുന്ന പോലെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് 5ാമത്തെ പടിയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഉണ്ടാവാതിരിക്കുള്ളൂ. കാരണം സ്വാഭാവികമായ ആഗ്രഹങ്ങൾ എങ്ങനെയാണ്? എപ്പോഴും എന്നെ ന്യായീകരിച്ചുകൊണ്ട് മറ്റുള്ളവർ ശരിയല്ല എന്ന് പറയുന്ന ആ മനോഭാവമാണ് എനിക്കുള്ളത്. ഞാനാണ് ഏറ്റവും വലിയതെന്നുള്ള സ്വാർത്ഥ പ്രേരിതമായ ചിന്തയാണ് 3ാമത്തെ പടിയിൽ കണ്ട പോലെ. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ പെരുമാറിയാൽ ഞാൻ വലിയ സന്തുഷ്ടനും സന്തോഷവാനുമാകുന്ന എന്നെ പോലെയുള്ള സെൽഫ് സെന്റേർഡായ ഈഗോ സെൻട്രിക്കായ ആ നടന്റെ സ്വാഭാവികമായ ആഗ്രഹങ്ങൾ എന്താണ്? മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കുക, പുച്ഛിക്കുക, അവരെക്കാൾ ഉയർന്നവനാണെന്ന് കരുതുക. എല്ലാം എൻ്റെ തലയിലൂടെയാണ് പോകുന്നത്. എൻ്റെ അറിവിൻ്റെ അപ്പുറം വേറെ അറിവില്ല. ഇത്തരത്തിലുള്ള ബോധ്യങ്ങൾ കടന്നു വരിക, മറ്റുള്ളവരെ ഉപദേശിക്കുക, മറ്റുള്ള ആളുകൾ ശരിയാവണം എന്നുള്ള ആവശ്യപ്പെടലെടുത്ത കുടുംബത്തിലും എല്ലാ സ്ഥലത്തും ഉണ്ട്. എവിടെയും വേറെ ആരും അംഗീകരിക്കില്ല, ഞാൻ ആരാ മോൻ എന്നുള്ള ഭാവവും. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12ാം പടി പ്രവർത്തനം എന്ന് പറയുന്നതല്ല. അതിന് മുന്നേ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രധാനം 12 പടികളും ആവശ്യപ്പെടുന്നത് എന്താണ്? സ്വാഭാവിക ആഗ്രഹങ്ങളുടെ നേരെ വിപരീതത്തിൽ പോകാനാ. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ 1ാമത്തെ വഴി കടന്നു വരണം. എനിക്ക് കുഴപ്പമുണ്ട്, എനിക്ക് കുഴപ്പമുണ്ട്. എൻ്റെ അഹംഭാവം ആദ്യം ചുരുക്കണം.
അവിടെ ഇരിക്കാൻ പറഞ്ഞു. അഹംഭാവം ചുരുക്കിയിട്ട് അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ഭാഗത്തും ഉണ്ട്. എന്നാൽ കൃത്യമായ തിരിച്ചറിവുണ്ടാവണം. മറ്റുള്ളവരെ വിലയിരുത്തൽ നിർത്തണം, മറ്റുള്ളവരെക്കാൾ ഡൊമൈൻ ചെയ്ത് സംസാരിക്കൽ നിർത്തണം, മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള ബോധ്യം എനിക്ക് വരണം. എൻ്റെ ട്യൂണ് മാറ്റണം. അതും കടന്നു വന്നിട്ടുണ്ടോ? എപ്പോഴുള്ള കുഴപ്പം എൻ്റെ ട്യൂണാണ്. അല്ലാണ്ട് ഞാനതെൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞ് അഹങ്കാരം എൻ്റെ തലയിലെ കിരീടമായിട്ട് കൊണ്ടുവച്ച് കിടന്നിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അഹംഭാവത്തെ ചുരുക്കേണ്ടി വരുമ്പോൾ 5-ാം പടിയെ പോലെ വേറൊരു പടിയില്ല എന്നാണ് തുറന്നു പറയാൻ. എനിക്ക് അഹംഭാവം ഉണ്ട്, എനിക്ക് കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതില്ലാതിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുക എന്ന ആ ഒരു കാര്യം. എനിക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥതകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പറ്റും. ഇതുമായിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല. എൻ്റെ സ്വഭാവ വൈകല്യങ്ങളെ തലയിൽ അഹങ്കാരമായിട്ട് കൊണ്ടുനടക്കുമ്പോൾ ഞാനും ഭാര്യയും തട്ടാനും മാത്രമേ ഉണ്ടാവുള്ളൂ. പലരും പല ആവശ്യത്തിനും എന്നോട് പറഞ്ഞാലും കുറേ കാലം കഴിഞ്ഞ് എല്ലാവരും ഉപേക്ഷിക്കപ്പെടും ഞാൻ. അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് വന്നാലും ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ആൾക്കാരോടൊക്കെ വിനയമൊക്കെ ഉണ്ടാവുന്നുണ്ട്. മറ്റുള്ള ആളുകൾ അപ്പോഴും അവിടെ ഒരു വിഭാഗം ചൂഷണം ചെയ്യാനായിട്ട് അടിമകള്, എന്നെക്കാൾ താഴ്ന്നവരാണെന്ന് പറയുന്ന ആ സ്വഭാവം എന്നിൽ കടന്നു വരാറുണ്ട്. അവിടെ ഞാൻ ഈ രോഗത്തിന് ശമനത്തിനുള്ള പരിപാടികൾ ഉണ്ടാക്കണം. അപ്പോൾ മറ്റുള്ളവരെയും എന്നെയും എൻ്റെ തെറ്റായ ചിന്തയും പ്രവൃത്തിയും ശ്രദ്ധവേൽപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യം എനിക്ക് കടന്നു വരണം. അങ്ങനെ ആകുമ്പോഴാണ് ഇന്നലെകളുടെ ഭൂതങ്ങളുമായിട്ടുള്ള പീഡിപ്പിക്കുന്ന ജീവിതം ഞാൻ വിട്ടകലേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കണം. ആ തെറ്റുകൾ അവിടെയാണ് ദൈവത്തോടും സ്വന്തമായും വേറൊരു വ്യക്തിയോടും ഏറ്റു പറയാൻ തയ്യാറാവുകയും ആ ഏറ്റുപറച്ചിലൂടെ അതിനെ വീണ്ടും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് സമൂഹത്തിലെ ഒരു അംഗമായി പുനർജനിക്കാൻ, ആ രീതിയിലേക്കുള്ള മാറ്റങ്ങൾ വരാൻ, എൻ്റെ സ്വഭാവം ഇന്നതാണെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയല്ല, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഇരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം വളരെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന് 5-ാമത്തെ പടി ഇന്ന് ഓർമ്മിക്കുന്നുണ്ട്. അവിടെ ഹൃദയവും മനസ്സും എങ്ങനെയാ ശുചിയാവേണ്ടത്, എങ്ങനെയാ ഹീൽ ചെയ്യേണ്ടത്, ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ച് ഏവരും തത്വങ്ങളുടെ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.